ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് ടൈപ്പ് നമ്പർ ഓഫ് സിസ്റ്റം എന്ന് നോക്കാം. അപ്പോൾ ഒറിജിനിൽ എത്ര പോൾ ഉണ്ടോ അതിൽ നിന്നിട്ടാണ് നമ്മൾ ടൈപ്പ് നമ്പർ ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നമ്പർ ഓഫ് പോൾസ് ഓഫ് ദ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലൈയിങ് അറ്റ് ദ ഒറിജിൻ ഡിസൈഡ്സ് ദ ടൈപ്പ് നമ്പർ. നമ്മൾ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു പി ഓഫ് എസ് ബൈ ക്യൂ ഓഫ് എസ് ഈക്വൽ ടു നമ്മൾ ന്യൂമറേറ്ററിൽ സീറോസും ഡിനോമിനേറ്ററിൽ പോൾസുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലേ. അവിടെ കെ ഇൻറ്റു എസ് പ്ലസ് സെഡ് വൺ ആൻഡ് എസ് പ്ലസ് സെഡ് ടു എസ് പ്ലസ് സെഡ് ത്രീ എക്സെട്ര ബൈ എസ് റൈസ് ടു എൻ ഇൻറ്റു എസ് പ്ലസ് പി വൺ ഇൻറ്റു എസ് പ്ലസ് പി ടു. ഇതൊക്കെയാണ് എന്താണ് സീറോസ്. സെഡ് വൺ സെഡ് ടു സെഡ് ത്രീ എന്താണ് സീറോസ്. ആൻഡ് ഇവിടെ പി വൺ പി ടു പി ത്രീ എന്ന് പറയുന്നതൊക്കെയാണ് പോൾസ് പറയുന്നത്. and അത് കൂടാണ്ട് നമുക്കിവിടെ ഒറിജിനിൽ പോൾ ഉണ്ട്. അതാണ് ഇവിടെ എസ് മാത്രം ആ വരുന്ന ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ അവിടെ എൻ പോൾ അറ്റ് ദ ഒറിജിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ എൻ എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് പോൾസ് അറ്റ് ദ ഒറിജിൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ക്യാപിറ്റൽ എൻ നോക്കിയിട്ടാണ് നമ്മളവിടെ ടൈപ്പ് നമ്പർ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ടൈപ്പ് 0, എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ടൈപ്പ് 1 ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ടൈപ്പ് 2 സിസ്റ്റം എന്ന് നമ്മളവിടെ പറയും. ഇനി സ്റ്റഡി സ്റ്റേറ്റ് എറർ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് ആർ ഓഫ് എസും അതുപോലെ എററാണ് ഇവിടെ ഇ ഓഫ് എസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സി ഓഫ് എസ് ആണ്. ഈ എറർ ഇ ഓഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, ഈ ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് എച്ച് ഓഫ് എസ് എന്ന് എഴുതാം. നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാമിൽ നിന്നിട്ട് അപ്പോൾ എന്താ അതാണ് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. എറർ ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഈ ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. അപ്പോൾ ഇതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ എറർ ഉണ്ടല്ലോ ഇ ഓഫ് എസ് അത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ കൂടെ പോകുമ്പോഴാണ്, അതായത് ജി ഓഫ് എസ് കൂടെ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതെടുത്തിട്ട് ഈ സി ഓഫ് എസ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും ഇവിടെ സി ഓഫ് എസിന് പകരം. അപ്പോൾ അവിടെ എന്ത് വരും, ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഈ ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഇ ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് നമുക്ക് അവിടെ വരും. ഇനി അതിന് ശേഷം ഈ ഒരു ടേം ഉണ്ടല്ലോ ഈ എററോ ഇ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, നമുക്ക് ഇ ഓഫ് എസ് പ്ലസ് ഇ ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് വരും. ഇനി അതിന് ശേഷം ഇ ഓഫ് എസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അവിടെ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് നമുക്ക് അവിടെ വരും ഈസ് ഈക്വൽ ടു ആർ ഓഫ് എസ്. അപ്പോൾ ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഒരു ടേം നമ്മൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ആർ ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് നമുക്ക് അവിടെ കിട്ടി. ഇതാണ് ഇ ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടൈം ഡൊമൈനിലേക്ക് ആക്കുമ്പോൾ അതായത് ഇ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുത്താൽ മതി. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ആർ ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് നമുക്ക് അവിടെ വരും. അപ്പോൾ ഇവിടെ ഇ ഓഫ് ടി നമ്മളവിടെ കണ്ടുപിടിച്ചു. ഇനി സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇ എസ് എസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് ഇ ഓഫ്. നമുക്ക് ടൈം ഡൊമൈനിലാണെങ്കിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മളിവിടെ കൊടുക്കുക. ഇനി അത് നെക്സ്റ്റ് ഡൊമൈനിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇ എസ് ഇസ് ഈക്വൽ ടു അത് ടൈം ഡൊമൈനിലെ ഇക്വേഷൻ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് ഇ ഓഫ് ടി ആണെങ്കിൽ അത് എസ് ഡൊമൈനിൽ നമ്മൾ എങ്ങനെ എഴുതാം, ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഓഫ് എസ് ഇൻറ്റു ഇ ഓഫ് എസ് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആർ ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസ് ആണ്. അപ്പോൾ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻസ്. അപ്പോൾ 3 എറർ കോൺസ്റ്റൻ്റ് ആണ് നമുക്കിവിടെ ഉള്ളത്. പൊസിഷണൽ എറർ കോൺസ്റ്റൻറ്റ്, അപ്പോൾ വെലോസിറ്റി എറർ കോൺസ്റ്റൻ്റ് ആൻഡ് ആക്സലറേഷൻ എറർ കോൺസ്റ്റൻറ്റ്. അതിൽ പൊസിഷൻ എറർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കെ പി എന്നാണ് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കെ പി സിക്കലേക്ക് നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഓഫ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. അതുപോലെ വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് കെ വി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് വരും. അതുപോലെ ആക്സലറേഷൻ എറർ കോൺസ്റ്റൻറ്റ് കെ ഈക്വൽസ് ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഓഫ് ഇവിടെ എസ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് നമുക്ക് അവിടെ വരും. ഇതൊക്കെയാണ് സ്റ്റാറ്റിക് എറർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്.